വീട്ടിൽ തൊലി കറുത്ത് പോയ പഴമൊക്കെ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ വൈകുന്നേരം ചായ കടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആ പഴം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഈസി സ്നാക്ക് റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഇന്ത്യൻ ക്ലാസിക് ഫ്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്നായി പഴുത്ത ഒരു നേന്ത്രപ്പഴം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത പഴം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലോറും ഒരു സ്പൂൺ ഫുള്ളായിട്ട് റവയും ഒരു ചെറിയ സ്പൂൺ ചില്ലി ഫ്ലേക്സും അര സ്പൂൺ എള്ളും ഒരു 2 സ്പൂണോളം ചെറിയ 2 സ്പൂണോളം ചിരകിയ നാളികേരവും മധുരത്തിനായി ഒരു അല്പം ശർക്കര ഗ്രേറ്റ് ചെയ്തതും കൂടി, അതായത് 2 സ്പൂണോളം മതിയാവും, അതും കൂടി ചേർത്ത് ഒരു 2 സ്പൂൺ ഗോതമ്പ് പൊടിയും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു ചെറിയ ഒരു ബാറ്ററായിട്ട് റെഡിയാക്കി എടുക്കണം. ആവശ്യമെങ്കിൽ മാത്രം ഒരല്പം, അതായത് ഒഴിച്ചു നോക്കി വേണം, അതായത് കൈ കൊണ്ട് നുള്ളി എടുത്ത് എണ്ണയിലിടുന്ന ഒരു പരുവത്തിൽ വേണം നമ്മുടെ ബാറ്റർ റെഡിയാക്കാനായിട്ട്. അതുകൊണ്ട് ഏകദേശം ഒരു 1/4 കപ്പിൽ താഴെ മതിയാവും നമുക്ക് വെള്ളം. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇതിൽ വെള്ളം ചേർക്കാനായിട്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടാവുന്ന സമയത്തിന് ഒരു ബൗളിൽ ഒരല്പം കോൺഫ്ലേക്സ് എടുത്ത് അത് നല്ലവണ്ണം കൈകൊണ്ട് പൊട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്ത് അതും കൂടി മിക്സ് ചെയ്ത് വേണം നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കോൺഫ്ലേക്സ് ആഡ് ചെയ്യുന്നത് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ മതിയാവും. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ഓരോന്നായിട്ട് കൈകൊണ്ട് തന്നെ നുള്ളി ഇട്ട് കൊടുക്കാം. എണ്ണയിലിട്ട് കൊടുത്ത സ്നാക്ക് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് കോൺഫ്ലേക്സ് ഒക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ലവണ്ണം ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് കിട്ടും. കരിഞ്ഞു പോകാതെ പെട്ടെന്ന് തന്നെ മറിച്ചിടണം. ഒരുപാട് എണ്ണയൊന്നും കുടിക്കാത്ത നല്ലൊരു ടീ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ശർക്കരയുടെ മധുരവും പഴത്തിൻ്റെ ഒരു മധുരവും നമ്മുടെ ചില്ലി ഫ്ലേക്സിൻ്റെ ആ ഒരു എരിവും ഒക്കെ കൂടെ ആകുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ്. കട്ടൻ ചായക്കൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. എണ്ണ കൊണ്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിതുപോലെ തന്നെ പൊരിക്കുന്നതിന് മുന്നേ തന്നെ ഒരു ട്രേയിൽ ടിഷ്യൂ ഒക്കെ നിരത്തിയിട്ടേക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്ത് കോരി എടുക്കാൻ പറ്റും. ഫസ്റ്റ് ബാച്ച് കോരിയിട്ടുണ്ട്. അടുത്ത ബാച്ച് ഇടുന്നതിന് മുന്നേ കൈ ഒന്ന് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ നനവോടുകൂടി നമ്മൾ ഇടുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ ഇതൊന്ന് ഇട്ട് കൊടുക്കാൻ പറ്റും. വളരെ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. അതുപോലെ കാണാനും ഭംഗിയുണ്ടാവും. വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് വീട്ടിൽ സാധനമൊന്നും കൊടുക്കാതിരിപ്പില്ലെങ്കിൽ അതുപോലെ പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചായക്കുള്ള വെള്ളം വയ്ക്കുമ്പം അതിൻ്റെ കൂടെ തന്നെ ഈ മിക്സിയിൽ നിന്ന് പഴവും ക്രഷ് ചെയ്ത് ഈ മാവും കൂടിയൊക്കെ മിക്സ് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ലെങ്തി ആയിട്ട് തോന്നുന്നെങ്കിലും വളരെ ഈസി റെസിപ്പിയാണിത്. നമ്മളിത് ഫ്രൈ ചെയ്തതിന് ശേഷം ഇത്ര എണ്ണ നമുക്ക് ബാക്കി വന്നിട്ടുണ്ട്. മീഡിയം സൈസിലെടുത്തൊരൊറ്റ ബനാന കൊണ്ട് നമുക്കിത് ഇത്ര അളവിലാണ് സ്നാക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബനാന കൊണ്ടുള്ള ഈ ഒരു സിമ്പിൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഉടനെ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മുടെ സ്നാക്ക് ഇതേ കണ്ടോ, പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് അകത്ത് നല്ല സോഫ്റ്റായിട്ട് നല്ല ഒരു ടേസ്റ്റി റെസിപ്പിയാണ്.